രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ഓഫ് റേഷ്യോസ് ആണ് ടേൺ ഓവർ റേഷ്യോ. ആദ്യം നമ്മൾ ലിക്വിഡിറ്റി റേഷ്യോ കണ്ട്, ലിക്വിഡിറ്റി റേഷ്യോയിൽ കറണ്ട് റേഷ്യോ, ക്വിക്ക് റേഷ്യോ, അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ കണ്ട്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ഓഫ് റേഷ്യോ ടേൺ ഓവർ റേഷ്യോ. ടേൺ ഓവർ റേഷ്യോൻ്റെ വേറെ പേരാണ് ആക്ടിവിറ്റി റേഷ്യോ. ഇറ്റ് മെഷേഴ്സ് എഫിഷ്യൻസി വിത്ത് വിച്ച് എൻ്റർപ്രൈസ് റിസോഴ്സസ് ആർ യൂട്ടിലൈസ്ഡ്. ഒരു ഓർഗനൈസേഷൻ്റെ റിസോഴ്സസ് എത്രത്തോളം എഫിഷ്യൻ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് എന്ന് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന റേഷ്യോസാണ് ടേൺ ഓവർ റേഷ്യോസ് അഥവാ ആക്ടിവിറ്റി റേഷ്യോസ്. നമുക്ക് 6 തരം ടേൺ ഓവർ റേഷ്യോസ് പഠിക്കാനുണ്ട്. ആദ്യത്തേതാണ് ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ. Inventory turnover ratio is equal to cost of goods sold divided by average inventory. അഥവാ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് മെഷർ ചെയ്യാൻ പറ്റുക? നെറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെൻട്രി ചെയ്താലും നമുക്ക് ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ കിട്ടും. അപ്പോൾ 2 ഇക്വേഷനാണുള്ളത്. ഒന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെൻട്രി, രണ്ടാമത്തത് നെറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെൻട്രി. ആദ്യം എങ്ങനെയാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കമ്പ്യൂട്ട് ചെയ്യുക? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് ലെസ് ക്ലോസിംഗ് സ്റ്റോക്കാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത്. ആവറേജ് ഇൻവെൻട്രി എന്താ? ഇൻവെൻട്രി എന്ന് വെച്ചാൽ റോ മെറ്റീരിയലും വർക്ക് ഇൻ പ്രോഗ്രസ്സും ഫിനിഷ്ഡ് ഗുഡും കൂടെ കൂടിയിട്ടുള്ള എമൗണ്ടിനാണ് നമ്മൾ ഇൻവെൻട്രി എന്ന് പറയാം. ആവറേജ് ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് ഇൻവെൻട്രി പ്ലസ് ക്ലോസിംഗ് ഇൻവെൻട്രി ഡിവൈഡഡ് ബൈ 2 ആണ് ആവറേജ് ഇൻവെൻട്രി. ഇനി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെൻട്രി അല്ല, നമ്മൾ നെറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെൻട്രി ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നെറ്റ് സെയിൽസ് എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക? നെറ്റ് സെയിൽസ് ഇസ് ഇക്വൽ ടു ക്യാഷ് സെയിൽ പ്ലസ് ക്രെഡിറ്റ് സെയിൽ മൈനസ് സെയിൽസ് റിട്ടേൺ. Net sales is equal to cash sale plus credit sale minus sales return. അപ്പം ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോൻ്റെ വേറെ പേരാണ് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ. ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി 2 ഇക്വേഷൻസ് ഉണ്ട്. ഒന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെൻട്രി, രണ്ടാമത്തത് നെറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെൻട്രി. ഇനി നമുക്ക് രണ്ടാമത്തെ ടേൺ ഓവർ റേഷ്യോ നോക്കാം. ഡെപ്റ്റേഴ്സ് ഓർ റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ. ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോൻ്റെ വേറെ പേരാണ് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ. ഇറ്റ് ഷോസ് ഹൗ മെനി ടൈംസ് റിസീവബിൾ വാസ് കൺവേർട്ടഡ് ടു ക്യാഷ് ഡ്യൂറിങ് ദ പീരീഡ്. ഒരു അക്കൗണ്ടിങ് പീരീഡിൽ എത്ര തവണ ഡെപ്റ്റേഴ്സിനെ നമ്മൾ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട് എന്ന് മെഷർ ചെയ്യുന്ന റേഷ്യോ ആണ് ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഇസ് ഇക്വൽ ടു ആനുവൽ നെറ്റ് ക്രെഡിറ്റ് സെയിൽ ഡിവൈഡഡ് ബൈ ആവറേജ് ഡെപ്റ്റേഴ്സ് പ്ലസ് ആവറേജ് ബിൽ റിസീവബിൾ. ആനുവൽ നെറ്റ് ക്രെഡിറ്റ് സെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? ക്രെഡിറ്റ് സെയിൽ മൈനസ് സെയിൽസ് റിട്ടേൺ ആണ് ആനുവൽ നെറ്റ് ക്രെഡിറ്റ് സെയിൽ ഡിവൈഡഡ് ബൈ ആവറേജ് ഡെപ്റ്റേഴ്സ് പ്ലസ് ആവറേജ് ബിൽ റിസീവബിൾ. ആവറേജ് ഡെപ്റ്റേഴ്സ് എന്ന് വെച്ചാൽ ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സ് പ്ലസ് ക്ലോസിംഗ് ഡെപ്റ്റേഴ്സ് ഡിവൈഡഡ് ബൈ 2. ആവറേജ് ബിൽ റിസീവബിൾ എന്ന് വെച്ചാൽ ഓപ്പണിംഗ് ബിൽ റിസീവബിൾ പ്ലസ് ക്ലോസിംഗ് ബിൽ റിസീവബിൾ ഡിവൈഡഡ് ബൈ 2. ഇനി നമ്മുടെ മൂന്നാമത്തെ റേഷ്യോ ആണ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. Capital turnover ratio measures effectiveness with which firm uses its financial resources. എത്രത്തോളം എഫക്റ്റീവായിട്ട് ഒരു ഫേമിൻ്റെ ഫിനാൻഷ്യൽ റിസോഴ്സസ് ഉപയോഗിക്കുന്നുണ്ട്. ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ഇസ് ഇക്വൽ ടു നെറ്റ് സെയിൽ ഓർ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ്. Capital turnover ratio is equal to net sales or cost of goods sold. ഒന്നെങ്കിൽ നമ്മൾ നെറ്റ് സെയിൽസ് ഉപയോഗിക്കും, ക്യാഷ് സെയിൽ പ്ലസ് ക്രെഡിറ്റ് സെയിൽ മൈനസ് സെയിൽസ് റിട്ടേൺ. അത് അവൈലബിൾ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഉപയോഗിക്കും. Cost of goods sold is equal to opening stock
പ്ലസ് പർച്ചേസസ് ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അതിനെ ക്യാപിറ്റൽ എംപ്ലോയിഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഫിക്സഡ് അസെറ്റ് പ്ലസ് കറണ്ട് അസെറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റിയാണ് ക്യാപിറ്റൽ എംപ്ലോയിഡ്. ക്യാപിറ്റൽ എംപ്ലോയിഡ് ഈസ് ഈക്വൽ ടു ഫിക്സഡ് അസെറ്റ് പ്ലസ് കറണ്ട് അസെറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി. ഇക്വേഷൻസ് എല്ലാം താഴെ ടേബിളിലുണ്ട്, എക്സ്പ്ലനേഷനും താഴത്തെ ടേബിളിലുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴത്തെ ടേബിളിൽ നോക്കിയാൽ മതി. ടേബിളിയുടെ എല്ലാ ഇക്വേഷൻസും പ്രൊവൈഡ് ചെയ്തിട്ട് എക്സ്പ്ലനേഷൻസ് എല്ലാം താഴത്തുണ്ട്. അപ്പം നമ്മുടെ മൂന്നാമത്തെ റേഷ്യോ ആയിരുന്നു ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. ടേൺ ഓവർ റേഷ്യോസിൽ മൂന്നാമത്തത് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നെറ്റ് സെയിൽസ് ഓർ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണ് ചെയ്യുക. ഇനി നമ്മുടെ നാലാമത്തെ ടേൺ ഓവർ റേഷ്യോ ആണ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ. അസറ്റ് ടേൺ ഓവർ റേഷ്യോ റിവീൽസ് നമ്പർ ഓഫ് ടൈംസ് നെറ്റ് ടാഞ്ചിബിൾ അസറ്റ് ആർ ടേൺഡ് ഓവർ ഡ്യൂറിങ് എ പീരീഡ്. എത്ര തവണ അസറ്റുകളെ, നെറ്റ് ടാഞ്ചിബിൾ അസറ്റുകളെ നമ്മൾ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട് എന്ന് മെഷർ ചെയ്യുന്നതാണ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ. അസറ്റ് ടേൺ ഓവർ റേഷ്യോ കമ്പ്യൂട്ട് ചെയ്യാൻ രണ്ട് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. ഒന്ന് ടേൺ ഓവർ ഡിവൈഡഡ് ബൈ നെറ്റ് ടാഞ്ചിബിൾ അസറ്റ്. ടേൺ ഓവർ എന്ന് വെച്ചാൽ നമ്മുടെ റവന്യൂ ആണ്, അതായത് നെറ്റ് സെയിൽസ് ആണ്. നെറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ നെറ്റ് ടാഞ്ചിബിൾ അസറ്റ്. ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കാണാനും തൊടാനും പറ്റുന്ന അസറ്റുകൾ, അതായത് ഫിക്സഡ് അസറ്റുകൾ. നെറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ നെറ്റ് ഫിക്സഡ് അസറ്റ് ചെയ്താൽ അസറ്റ് ടേൺ ഓവർ റേഷ്യോ നമുക്ക് കിട്ടും. ഇനി നമ്മുടെ അടുത്ത ടേൺ ഓവർ റേഷ്യോ ആണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. Working capital turnover ratio checks whether working capital is effectively utilized in sales. ഒരു ഓർഗനൈസേഷൻ അതിൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ ശരിയായ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് മെഷർ ചെയ്യുന്ന റേഷ്യോ ആണ് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. വർക്കിംഗ് ക്യാപിറ്റൽ എങ്ങനെയാണ് മെഷർ ചെയ്യുക? കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ് ഈക്വൽ ടു വർക്കിംഗ് ക്യാപിറ്റൽ. Working capital turnover ratio is equal to net sales divided by net working capital. ഇത്രയാണ് നമ്മുടെ ടേൺ ഓവർ റേഷ്യോസ് ഉള്ളത്. ഇനി നമുക്ക് കുറച്ചും കൂടെ എക്സ്പ്ലനേഷൻസും റേഷ്യോസും ടേബിളിൽ തന്നിട്ടുണ്ട്. ടേബിളിലുള്ള കണ്ടൻറ്റും കൂടെ നോക്കാം. ടേൺ ഓവർ റേഷ്യോസ്. ആദ്യത്തെ ടേൺ ഓവർ റേഷ്യോ എന്താ? ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ അഥവാ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ. Inventory turnover ratio is equal to cost of goods sold divided by average stock. Cost of goods sold കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് ചെയ്യുക. അതല്ലാതെ വേറൊരു ഇക്വേഷനും കൂടെ ഉണ്ട് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സെയിൽസ് ലെസ് ഗ്രോസ് പ്രോഫിറ്റ്. സെയിൽസിൻ്റെ ഗ്രോസ് പ്രോഫിറ്റ് കുറച്ചാലും നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക് ചെയ്യുക. ആവറേജ് സ്റ്റോക്ക് എന്താ? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ 2. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് നെറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക് ചെയ്യാം. രണ്ടാമത്തെ ടേൺ ഓവർ റേഷ്യോ ആണ് ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഇസ് ഈക്വൽ ടു നെറ്റ് ക്രെഡിറ്റ് സെയിൽ ഡിവൈഡഡ് ബൈ ആവറേജ് ഡെപ്റ്റേഴ്സ് പ്ലസ് ആവറേജ് ബിൽ റിസീവബിൾ. ഡെപ്റ്റേഴ്സ് കളക്ഷൻ പീരീഡ് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷനാണ് 365 ഡിവൈഡഡ് ബൈ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഓർ 52 ഡിവൈഡഡ് ബൈ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഓർ 12 ഡിവൈഡഡ് ബൈ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. നമ്മൾ ദിവസങ്ങളാണ് കമ്പ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ 365 ഡിവൈഡഡ് ബൈ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ചെയ്യും. വീക്കാണ് കമ്പ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ 52 ഡിവൈഡഡ് ബൈ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ചെയ്യും. എത്ര മന്ത് എന്നാണ് കമ്പ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ 12 ഡിവൈഡഡ് ബൈ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ചെയ്യും. മൂന്നാമത്തെ ടേൺ ഓവർ റേഷ്യോ ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ആണ്. ഇത് നമ്മൾ മേലെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഇസ് ഈക്വൽ ടു നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് ഡിവൈഡഡ് ബൈ
ആവറേജ് ക്രെഡിറ്റേഴ്സ് പ്ലസ് ആവറേജ് ബിൽസ് പേയബിൾ. നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് എന്ന് വെച്ചാൽ ക്രെഡിറ്റ് പർച്ചേസസ് മൈനസ് പർച്ചേസ് റിട്ടേൺ. ആവറേജ് ക്രെഡിറ്റേഴ്സ് എന്ന് വെച്ചാൽ ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സ് പ്ലസ് ക്ലോസിംഗ് ക്രെഡിറ്റേഴ്സ് ഡിവൈഡഡ് ബൈ 2. ആവറേജ് ബിൽ പേയബിൾ എന്ന് വെച്ചാൽ ഓപ്പണിംഗ് ബിൽ പേയബിൾ പ്ലസ് ക്ലോസിംഗ് ബിൽ പേയബിൾ ഡിവൈഡഡ് ബൈ 2. നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് ഡിവൈഡഡ് ബൈ ആവറേജ് ക്രെഡിറ്റേഴ്സ് പ്ലസ് ആവറേജ് ബിൽ പേയബിൾ ചെയ്താൽ നമുക്ക് ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ കിട്ടും. അടുത്തത് ക്രെഡിറ്റേഴ്സ് കളക്ഷൻ പീരീഡ്. ഡെപ്റ്റേഴ്സ് കളക്ഷൻ പീരീഡ് മാതിരി തന്നെ ദിവസത്തിൻ്റെ എണ്ണമാണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടതെങ്കിൽ 365 ഡിവൈഡഡ് ബൈ ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ചെയ്യാം. വീക്കിൻ്റെ എണ്ണമാണ് വേണ്ടത് വെച്ചാൽ 52 ഡിവൈഡഡ് ബൈ ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ചെയ്യാം. മന്തിൻ്റെ എണ്ണമാണെങ്കിൽ 12 ഡിവൈഡഡ് ബൈ ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ചെയ്യാം. നാലാമത്തെ ടേൺ ഓവർ റേഷ്യോ ആണ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ. Asset turnover ratio is equal to net sales divided by net fixed asset. Net sales എന്ന് വെച്ചാൽ ക്യാഷ് സെയിൽ പ്ലസ് ക്രെഡിറ്റ് സെയിൽ മൈനസ് സെയിൽസ് റിട്ടേൺ ഡിവൈഡഡ് ബൈ നെറ്റ് ഫിക്സഡ് അസറ്റ് എന്ന് വെച്ചാൽ ഫിക്സഡ് അസറ്റ് മൈനസ് ഡിപ്രീസിയേഷൻ. അഞ്ചാമത്തത് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ is equal to നെറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ്. നെറ്റ് സെയിൽസ് നമുക്കറിയാം ക്യാഷ് സെയിൽ പ്ലസ് ക്രെഡിറ്റ് സെയിൽ മൈനസ് സെയിൽസ് റിട്ടേൺ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് വെച്ചാൽ ഫിക്സഡ് അസറ്റ് പ്ലസ് കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി. ആറാമത്തത് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ is equal to നെറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ വർക്കിംഗ് ക്യാപിറ്റൽ. നെറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ വർക്കിംഗ് ക്യാപിറ്റൽ is equal to കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി. ഇത്രയാണ് നമ്മുടെ ടേൺ ഓവർ റേഷ്യോസ് ഉള്ളത്. ഇനി നമുക്ക് ടേൺ ഓവർ റേഷ്യോസ് ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലം ചെയ്യാം. ആദ്യം ഇല്ലസ്ട്രേഷൻ 1 ചെയ്യാം. രാമൻ ആൻഡ് കമ്പനി സപ്ലൈസ് യു ദ ഫോളോയിങ് ഇൻഫോർമേഷൻ ഫോർ ദ ഇയർ എൻഡിങ് 31st December 2003. ഫൈൻഡ് ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ ആൻഡ് ഇൻവെൻട്രി കൺവേർഷൻ പീരീഡ്. ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് തന്നിട്ടില്ലെങ്കിൽ നെറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക്. ആദ്യം കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാൻ എന്തൊക്കെയാണ് വേണ്ടത്? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക്. നമുക്കിവിടെ എന്തൊക്കെയാണ് തന്നത് നോക്കാം. ക്രെഡിറ്റ് സെയിൽ 15,000, ക്യാഷ് സെയിൽ 25,000, റിട്ടേൺ ഇൻവേർഡ് 2,500, ഓപ്പണിംഗ് സ്റ്റോക്ക് 2,500, ക്ലോസിംഗ് സ്റ്റോക്ക് 3,500. നമുക്ക് പർച്ചേസസിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്തുപയോഗിക്കും? നെറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെൻട്രി ചെയ്യണം. അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് is equal to നെറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെൻട്രി ചെയ്യാം. നെറ്റ് സെയിൽസ് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി ക്യാഷ് സെയിൽ പ്ലസ് ക്രെഡിറ്റ് സെയിൽ മൈനസ് സെയിൽസ് റിട്ടേൺ ചെയ്യാം. ക്യാഷ് സെയിലിൻ്റെ എമൗണ്ട് 25,000 പ്ലസ് ക്രെഡിറ്റ് സെയിൽ 15,000 മൈനസ് 2,500 ചെയ്താൽ നെറ്റ് സെയിൽ 37,500 കിട്ടും. ആവറേജ് ഇൻവെൻട്രി is equal to ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ 2. 2,500 പ്ലസ് 3,500 ഡിവൈഡഡ് ബൈ 2 എന്ന് വെച്ചാൽ 3,000. അപ്പോൾ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ is equal to 37,500 ഡിവൈഡഡ് ബൈ 3,000 is equal to 12.5 ടൈംസ്. ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ 12.5 ടൈംസ് ആണ്. ഇനി അതുപയോഗിച്ച് നമുക്ക് ഇൻവെൻട്രി കൺവേർഷൻ പീരീഡ് കണ്ടുപിടിക്കണം. ഇൻവെൻട്രി കൺവേർഷൻ പീരീഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഡേയ്സിൻ്റെ എണ്ണാണെങ്കിൽ 365 ഡിവൈഡഡ് ബൈ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ ചെയ്യാം. നമുക്ക് നമ്പർ ഓഫ് ഡേയ്സ് 365 ചെയ്യാം. 365 ആണെന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യാണ്. കാരണം ഒരു കൊല്ലത്തിൽ 365 ഡേയ്സ് അല്ലേ ഉള്ളത്. അപ്പോൾ 365 ഡിവൈഡഡ് ബൈ 12.5 is equal to 29 ഡേയ്സ് ആണ് ഇൻവെൻട്രി കൺവേർഷൻ പീരീഡ്. അപ്പം ഇതാണ് ഇല്ലസ്ട്രേഷൻ 4. ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോയും ഇൻവെൻട്രി കൺവേർഷൻ പീരീഡും കണ്ടുപിടിക്കാനുള്ളത്. ഇനി നമുക്ക് ഇല്ലസ്ട്രേഷൻ 5 നോക്കാം. ഇല്ലസ്ട്രേഷൻ 5. ഫൈൻഡ് ഔട്ട് ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ആൻഡ് കളക്ഷൻ പീരീഡ്. ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക? നെറ്റ്
credit sale divided by average debtors. Debtors collection period is equal to number of days divided by debtors turnover ratio. നമുക്കിവിടെ ആനുവൽ ക്രെഡിറ്റ് സെയിലിൻ്റെ എമൗണ്ട് 2,50,000 തന്നിട്ടുണ്ട്. ഡെപ്റ്റേഴ്സ് ഇൻ ദ ബിഗിനിങ് 40,000 തന്നിട്ടുണ്ട്. ഡെപ്റ്റേഴ്സ് അറ്റ് ദ എൻഡ് 50,000 തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ഡേയ്സ് 360. അപ്പം നമുക്ക് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഇസ് ഈക്വൽ ടു നെറ്റ് ക്രെഡിറ്റ് സെയിൽ ഡിവൈഡഡ് ബൈ ആവറേജ് ഡെപ്റ്റേഴ്സ്. നെറ്റ് ക്രെഡിറ്റ് സെയിലിൻ്റെ എമൗണ്ട് ഡയറക്റ്റ്ലി തന്നതാണ് 2,50,000. ആവറേജ് ഡെപ്റ്റേഴ്സ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണം. ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സ് പ്ലസ് ക്ലോസിംഗ് ഡെപ്റ്റേഴ്സ് ഡിവൈഡഡ് ബൈ 2. 40,000 പ്ലസ് 50,000 ഡിവൈഡഡ് ബൈ 2 എന്ന് വെച്ചാൽ 45,000. അപ്പോൾ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഇസ് ഈക്വൽ ടു 2,50,000 ഡിവൈഡഡ് ബൈ 45,000, 5.56 ടൈംസ്. ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ 5.56 ടൈംസ് ആണ്. ഇനി നമുക്കത് ഉപയോഗിച്ചിട്ട് കളക്ഷൻ പീരീഡ് കണ്ടുപിടിക്കണം. കളക്ഷൻ പീരീഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമ്പർ ഓഫ് ഡേയ്സ് ഡിവൈഡഡ് ബൈ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. നമ്പർ ഓഫ് ഡേയ്സ് 360 ആണ്. 360 ഡിവൈഡഡ് ബൈ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ 5.56 ഇസ് ഇക്വൽ ടു 64.7 ഡേയ്സ്. 64 ഡേയ്സ് എന്ന് പറയാം. ഇത്രയാണ് നമുക്ക് ടേൺ ഓവർ റേഷ്യോൻ്റെ ഭാഗമായിട്ട് പഠിക്കാനുള്ളത്. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ഓഫ് റേഷ്യോസ് ആണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് അഥവാ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ്. ഇറ്റ് മെഷേഴ്സ് പ്രോഫിറ്റബിലിറ്റി ഓർ എഫിഷ്യൻസി ഓഫ് ബിസിനസ്. ഒരു ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റബിലിറ്റി അല്ലെങ്കിൽ എഫിഷ്യൻസി മെഷർ ചെയ്യുന്ന റേഷ്യോസിനാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് എന്ന് പറയാം. അതിൽ നമുക്ക് 8 റേഷ്യോസ് പഠിക്കാനുണ്ട്. ആദ്യത്തേതാണ് ഏർണിങ്സ് മാർജിൻ റേഷ്യോ. It is the ratio of net income to turnover expressed in percentage. നെറ്റ് ഇൻകവും ടേൺ ഓവറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്ന റേഷ്യോ ആണ് ഏർണിങ്സ് മാർജിൻ. ഇറ്റ് റെഫേഴ്സ് ടു ദ ഫൈനൽ നെറ്റ് പ്രോഫിറ്റ് യൂസ്ഡ്. ഏർണിങ്സ് മാർജിൻ ഇസ് ഈക്വൽ ടു നെറ്റ് ഇൻകം ഡിവൈഡഡ് ബൈ ടേൺ ഓവർ ഇൻറ്റു 100. നെറ്റ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ? നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് നെറ്റ് ഇൻകം. ടേൺ ഓവർ എന്ന് വെച്ചാൽ ഒരു ഓർഗനൈസേഷൻ്റെ റവന്യൂ. നെറ്റ് സെയിൽസ് ആണ് ടേൺ ഓവർ എന്ന് പറയുന്നത്. അപ്പം ഏർണിങ്സ് മാർജിൻ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 എന്ന് മാറ്റി എഴുതാം. രണ്ടാമത്തെ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ആണ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഓർ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് മെഷേഴ്സ് പ്രോഫിറ്റബിലിറ്റി വിത്ത് റെഫറൻസ് ടു ക്യാപിറ്റൽ എംപ്ലോയിഡ്. ഒരു ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റബിലിറ്റിയും ക്യാപിറ്റൽ എംപ്ലോയിഡും തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്ന റേഷ്യോ ആണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് റേഷ്യോ. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് റേഷ്യോ ഇസ് ഇക്വൽ ടു പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു 100. പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എന്ന് വെച്ചാൽ EBIT. EBIT ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ്. ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് വെച്ചാൽ ഫിക്സഡ് അസെറ്റ് പ്ലസ് കറണ്ട് അസെറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി ഇൻറ്റു 100 ചെയ്യുക. അപ്പം നമുക്ക് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് റേഷ്യോ കിട്ടും. മൂന്നാമത്തെ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ആണ് റിട്ടേൺ ഓൺ ഇക്വിറ്റി. റിട്ടേൺ ഓൺ ഇക്വിറ്റി ഇസ് ഡിറൈവ്ഡ് ബൈ ടേക്കിംഗ് നെറ്റ് ഇൻകം ആൻഡ് ഡിവൈഡിങ് ഇറ്റ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി. നെറ്റ് ഇൻകത്തിനെ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് റിട്ടേൺ ഓൺ ഇക്വിറ്റി. ഇറ്റ് പ്രൊവൈഡ്സ് എ റിട്ടേൺ that management is realizing from the shareholders equity. shareholders equity എന്ന മാനേജ്മെൻറ്റ് റിയലൈസ് ചെയ്യുന്ന റിട്ടേൺ ആണ് റിട്ടേൺ ഓൺ ഇക്വിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. റിട്ടേൺ ഓൺ ഇക്വിറ്റി ഫോർമുല ഇസ് ഈക്വൽ ടു പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് മൈനസ് പ്രിഫറൻസ് ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ ഓർഡിനറി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് മൈനസ് പ്രിഫറൻസ് ഡിവിഡൻഡ് ചെയ്താൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനുള്ള ഡിവിഡൻറ്റിൻ്റെ എമൗണ്ട് കിട്ടും. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനുള്ള ഡിവിഡൻറ്റിൻ്റെ എമൗണ്ട് ഡിവൈഡഡ് ബൈ ഓർഡിനറി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഇൻറ്റു 100 ചെയ്താലാണ് റിട്ടേൺ ഓൺ ഇക്വിറ്റി കിട്ടുക. നാലാമത്തെ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ആണ് ഏർണിങ്സ് പെർ ഷെയർ. ഏർണിങ്സ് പെർ ഷെയർ ഈസ് ഡിറൈവ്ഡ് ബൈ ഡിവൈഡിങ്
the profit of the company by the total number of shares outstanding. പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് ചെയ്താൽ ഏർണിങ്സ് പെർ ഷെയർ കിട്ടും. ഏർണിങ്സ് പെർ ഷെയർ ഇസ് ഈക്വൽ ടു ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് മൈനസ് പ്രിഫറൻസ് ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഓർഡിനറി ഷെയർസ്. ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് മൈനസ് പ്രിഫറൻസ് ഡിവിഡൻഡ് ചെയ്താൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനുള്ള ഡിവിഡൻറ്റിൻ്റെ എമൗണ്ട് കിട്ടും. അത് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഓർഡിനറി ഷെയർസ് ചെയ്താൽ ഒരു ഇക്വിറ്റി ഷെയർ ഹോൾഡർക്ക് ഷെയറിൻ്റെ മേലെ എത്ര എമൗണ്ട് ഏർണിങ്സ് കിട്ടുമെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഏർണിങ്സ് പെർ ഷെയർ. അഞ്ചാമത്തെ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ആണ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ മെഷേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഗ്രോസ് പ്രോഫിറ്റ് ആൻഡ് സെയിൽസ്. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഇസ് ഇക്വൽ ടു ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. ആറാമത്തെ റേഷ്യോ ആണ് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ. നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ഷോസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നെറ്റ് പ്രോഫിറ്റ് ആൻഡ് സെയിൽസ്. നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ഇസ് ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. അടുത്ത പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ആണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് റേഷ്യോ. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് റേഷ്യോ ഇസ് ഈക്വൽ ടു ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഇസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിനോട് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും കൂടെ കൂട്ടിയാലാണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കിട്ടുക. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആർ സാലറി, ഇൻഷുറൻസ്, അഡ്വർടൈസ്മെൻറ്റ്, റെൻ്റ് എക്സെട്ര. അതായത് നമുക്ക് സെയിൽസുമായിട്ട് ഡയറക്റ്റ്ലി റിലേറ്റ് ചെയ്യുന്ന കോസ്റ്റും അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റും രണ്ടും കൂടെ കൂട്ടിയാലാണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കിട്ടുക. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 ചെയ്താൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് റേഷ്യോ കിട്ടും. അടുത്ത പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ആണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ഇസ് ഈക്വൽ ടു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഗ്രോസ് പ്രോഫിറ്റ് നിന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് കുറച്ചാലാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടുക. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 ചെയ്താൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ കിട്ടും. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാണാൻ വേറൊരു ഇക്വേഷനും കൂടെ ഉണ്ട്. 100 മൈനസ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ചെയ്താൽ നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് തന്നെയാണ് കിട്ടുക. അടുത്ത പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ആണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് റേഷ്യോ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള റേഷ്യോ ആണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് റേഷ്യോ. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു 100. ലാസ്റ്റിലത്തെ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ആണ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്. റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇസ് ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ ഗ്രോസ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു 100. നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നമുക്കറിയാം, ടാക്സ് കുറച്ചതിന് ശേഷമുള്ള പ്രോഫിറ്റിൻ്റെ എമൗണ്ട് ഡിവൈഡഡ് ബൈ ഗ്രോസ് ക്യാപിറ്റൽ എംപ്ലോയിഡ്. ഗ്രോസ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഓഫ് അസെറ്റ്. ടോട്ടൽ അസറ്റിനാണ് നമ്മൾ ഗ്രോസ് ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയാം. നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ ഗ്രോസ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു 100 ചെയ്താൽ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് കിട്ടും. ഇത്രയാണ് നമുക്ക് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ഉപയോഗിച്ചിട്ട് ഒരു പ്രോബ്ലം ചെയ്യാം. ഇല്ലസ്ട്രേഷൻ. ഗിവൺ ദ ഫോളോയിങ് ഇൻഫോർമേഷൻ. എന്തൊക്കെ ഇൻഫോർമേഷനാണ് തന്നിട്ടുള്ളത്? റവന്യൂ ഫ്രം ഓപ്പറേഷൻ 3,40,000. കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ 1,20,000. സെല്ലിംഗ് എക്സ്പെൻസസ് 80,000. അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് 40,000. Calculate gross profit ratio and operating ratio. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഗ്രോസ് പ്രോഫിറ്റ് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റവന്യൂവും എക്സ്പെൻസും തന്നിട്ടുണ്ട്. റവന്യൂ 3,40,000 എന്ന് എക്സ്പെൻസസ് 1,20,000 കുറച്ചാൽ ഗ്രോസ് പ്രോഫിറ്റ് 2,20,000 കിട്ടും. ഗ്രോസ് പ്രോഫിറ്റ് 2,20,000 ഡിവൈഡഡ് ബൈ റവന്യൂ 3,40,000. ഇവിടെ നമുക്ക് നെറ്റ് സെയിൽസിൻ്റെ എമൗണ്ട് തന്നിട്ടില്ല, നമ്മൾ തന്നിട്ടുള്ള റവന്യൂവിനെ നെറ്റ് സെയിൽസ് ആയിട്ട് കൺസിഡർ ചെയ്യാണ്. 2,20,000 ഡിവൈഡഡ് ബൈ 3,40,000 ഇൻറ്റു 100 ചെയ്താൽ 64.71 ആണ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ.
നമുക്ക് അടുത്ത പ്രോഫിറ്റബിലിറ്റി റേഷ്യോ നോക്കാം. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് റേഷ്യോ. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ എന്താ? ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. സെല്ലിംഗ് എക്സ്പെൻസസും അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസും. സെല്ലിംഗ് എക്സ്പെൻസസിൻ്റെ 80,000, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസിൻ്റെ 40,000. അതിൻ്റെ കൂടെ നമ്മുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 1,20,000 കൂടെ കൂട്ടാം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് 1,20,000 പ്ലസ് 80,000 പ്ലസ് 40,000, 2,40,000 ആണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. 2,40,000 ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് 3,40,000 ഇൻറ്റു 100 ചെയ്താൽ 70.59 ആണ് നമ്മൾ ഓപ്പറേറ്റിംഗ് റേഷ്യോ എന്ന് പറയുന്നത്. നാലാമത്തെ ക്ലാസിഫിക്കേഷൻ ഓഫ് റേഷ്യോസ് ആണ് ഫിനാൻഷ്യൽ റിസ്ക് റേഷ്യോ അഥവാ സോൾവൻസി റേഷ്യോ. Financial risk ratio measures the ability of the company to meet long-term obligation. ഒരു കമ്പനിക്ക് ലോങ് ടേം ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാനുള്ള കഴിവിനാണ് ഫിനാൻഷ്യൽ റിസ്ക് റേഷ്യോ മെഷർ ചെയ്യുന്നത്. ഇറ്റ് ഷോസ് ഡെപ്റ്റ് റീപേയ്മെൻറ്റ് കപ്പാസിറ്റി ഓഫ് ദ ബിസിനസ്. ലോങ് ടേം ഡെപ്റ്റ് റീപേ ചെയ്യാനുള്ള കപ്പാസിറ്റി. 4 പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ റിസ്ക് റേഷ്യോസ് ആണുള്ളത്. ആദ്യത്തേത് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. ഇറ്റ് മെഷേഴ്സ് ദ എക്സ്റ്റെൻറ്റ് ഓഫ് ഇക്വിറ്റി ടു റീപേ ഡെപ്റ്റ്. നമുക്ക് ഡെപ്റ്റ് റീപേ ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം ഇക്വിറ്റി അവൈലബിൾ ആണ് എന്ന് മെഷർ ചെയ്യുന്ന റേഷ്യോ ആണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഈസ് ഓൾസോ നോൺ ആസ് എക്സ്റ്റേണൽ ഇൻറ്റേർണൽ ഇക്വിറ്റി റേഷ്യോ. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഈസ് ഈക്വൽ ടു ലോങ് ടേം ഡെപ്റ്റ് ഓർ ഔട്ട്സൈഡേഴ്സ് ഫണ്ട് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ലോങ് ടേം ഡെപ്റ്റ് എന്ന് വെച്ചാൽ ഡിബഞ്ചർ, ബോണ്ട്, ലോണ്, അങ്ങനെ നമ്മുടെ ലോങ് ടേം ഡെപ്റ്റുകളുടെ ഫണ്ട് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. അപ്പോൾ ലോങ് ടേം ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ചെയ്താൽ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ കിട്ടും. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോൻ്റെ സ്റ്റാൻഡേർഡ് റേഷ്യോ 1:1 ആണ്. രണ്ടാമത്തെ ഫിനാൻഷ്യൽ റിസ്ക് റേഷ്യോ ആണ് proprietary ratio. Proprietary ratio is also known as equity ratio. It establishes relationship between shareholders fund to total asset of the firm. ഷെയർഹോൾഡേഴ്സ് ഫണ്ടും ടോട്ടൽ അസറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്നതാണ് പ്രൊപ്രൈറ്ററി റേഷ്യോ. പ്രൊപ്രൈറ്ററി റേഷ്യോ ഇസ് ഇക്വൽ ടു ഷെയർഹോൾഡേഴ്സ് ഫണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്. ഷെയർഹോൾഡേഴ്സ് ഫണ്ട് എന്ന് വെച്ചാൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് പ്ലസ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ് ചെയ്താൽ പ്രൊപ്രൈറ്ററി റേഷ്യോ കിട്ടും. ഇനി നമ്മുടെ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ, മൂന്നാമത്തെ ഫിനാൻഷ്യൽ റിസ്ക് റേഷ്യോ ആണ് ഫിക്സഡ് അസറ്റ് റേഷ്യോ. ഫിക്സഡ് അസറ്റ് റേഷ്യോ മെഷേഴ്സ് whether the company has sufficient fund to meet long-term obligations or not. ഒരു ഓർഗനൈസേഷന് ലോങ് ടേം ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാനുള്ള ഫണ്ട് ഉണ്ടോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നതാണ് ഫിക്സഡ് അസറ്റ് റേഷ്യോ. ഇഫ് റേഷ്യോ ഈസ് ലെസ് ദാൻ 1 ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു പർച്ചേസ് ഫിക്സഡ് അസറ്റ്. റേഷ്യോൻ്റെ സ്റ്റാൻഡേർഡ് റേഷ്യോ 0.67 ആണ്. 1ൽ കുറവാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഫണ്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് ഫിക്സഡ് അസറ്റ് വാങ്ങാൻ കഴിയുമെന്നാണ്. ഫിക്സഡ് അസറ്റ് റേഷ്യോ ഇസ് ഇക്വൽ ടു ഫിക്സഡ് അസറ്റ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ്. ഫിക്സഡ് അസറ്റിൻ്റെ എമൗണ്ട് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ്. ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് വെച്ചാൽ ഫിക്സഡ് അസറ്റ് പ്ലസ് കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി. ഇനി നമുക്ക് ഈ റേഷ്യോസിനെ ടേബിളിൽ റെപ്രസെൻ്റ് ചെയ്തത് നോക്കാം. ക്യാപിറ്റൽ സ്ട്രക്ചർ റേഷ്യോസ് അത് തന്നെയാണ് ഫിനാൻഷ്യൽ റിസ്ക് റേഷ്യോ. ആദ്യത്തേത് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, രണ്ടാമത്തേത് പ്രൊപ്രൈറ്ററി റേഷ്യോ, മൂന്നാമത്തേത് ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ. ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ നമ്മൾ മേലെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ എന്താണെന്ന് നോക്കാം. ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ ഇസ് ഈക്വൽ ടു ഫിക്സഡ് ഇൻകം ബിയറിംഗ് സെക്യൂരിറ്റി ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഫിക്സഡ് ഇൻകം ബിയറിംഗ് സെക്യൂരിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ ലോണ്, ഡിബഞ്ചർ, ബോണ്ട്, ഇതിൻ്റെ മേലെയൊക്കെ നമ്മൾ ഫിക്സഡ് എക്സ്പെൻസസ് പേ ചെയ്യണം. ഫിക്സഡ് ഇൻകം ബിയറിംഗ് സെക്യൂരിറ്റീസ് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ചെയ്താലാണ് ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ കിട്ടുക. ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ മെഷേഴ്സ് ദ ഫിനാൻഷ്യൽ റിസ്ക് ആൻഡ് എക്സ്പ്രസസ് ദ എമൗണ്ട് ഓഫ് കമ്പനീസ് ഡെപ്റ്റ് ഇൻ ടേംസ് ഓഫ് ഇക്വിറ്റി.
ഒരു ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ റിസ്ക് ആണ് മെഷർ ചെയ്യുന്നത്. ഡെപ്റ്റ് ഇൻ ടേംസ് ഓഫ് ഇക്വിറ്റിയാണ് ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ മെഷർ ചെയ്യുന്നത്. ഇത്രയാണ് നമ്മുടെ ഫിനാൻഷ്യൽ റിസ്ക് റേഷ്യോസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ലാസ്റ്റ് നോക്കാനുള്ള ക്ലാസിഫിക്കേഷനാണ് കവറേജ് റേഷ്യോസ്. കവറേജ് റേഷ്യോസ് എന്ന് വെച്ചാൽ ഒരു ഓർഗനൈസേഷന് ഡിവിഡൻഡ് പേ ചെയ്യാനുള്ള കപ്പാസിറ്റി, ഇൻട്രസ്റ്റ് പേ ചെയ്യാനുള്ള കപ്പാസിറ്റി, അങ്ങനെ എക്സ്പെൻസസ് കവർ ചെയ്യാനുള്ള കപ്പാസിറ്റി മെഷർ ചെയ്യുന്ന റേഷ്യോസാണ് കവറേജ് റേഷ്യോസ്. നമുക്ക് രണ്ട് പ്രധാനപ്പെട്ട കവറേജ് റേഷ്യോസാണ് പഠിക്കാനുള്ളത്. ഒന്ന് ഫിക്സഡ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ, രണ്ട് ഫിക്സഡ് ഡിവിഡൻഡ് കവറേജ് റേഷ്യോ. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ഇസ് ഈക്വൽ ടു പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ്. EBIT ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ് ചെയ്താലാണ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ കിട്ടുക. രണ്ടാമത്തത് ഡിവിഡൻഡ് കവറേജ് റേഷ്യോ. ഡിവിഡൻഡ് കവറേജ് റേഷ്യോ ഇസ് ഈക്വൽ ടു പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ ഡിവിഡൻഡ്. ടാക്സ് പേ ചെയ്തതിന് ശേഷമുള്ള എമൗണ്ടല്ല നമ്മൾ ഡിവിഡൻഡായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അപ്പം ഡിവിഡൻഡ് കവറേജ് റേഷ്യോ ഇസ് ഈക്വൽ ടു പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ ഡിവിഡൻഡ്. ഇത്രയാണ് നമുക്ക് റേഷ്യോസിൽ പഠിക്കാനുള്ളത്. ഇനി നമുക്കൊരു പ്രോബ്ലമാണ് ചെയ്യാനുള്ളത്. ഇത്രയും നേരം നമ്മൾ പഠിച്ച എല്ലാ റേഷ്യോസും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു പ്രോബ്ലമാണ്. കമ്പ്യൂട്ട് the following annual accounts of New Horizontal Limited. You are required to calculate the following ratios and comment on the results, indicating what other information you require. നമുക്ക് കുറേ റേഷ്യോസ് തന്നിട്ടുണ്ട്. ഈ റേഷ്യോസൊക്കെ കമ്പ്യൂട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെ റേഷ്യോസാണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്? ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ, റിട്ടേൺ ഓൺ ടോട്ടൽ അസറ്റ്, ക്വിക്ക് അസറ്റ് റേഷ്യോ, ഡെപ്റ്റേഴ്സ് കളക്ഷൻ പീരീഡ്, സ്റ്റോക്ക് ടേൺ ഓവർ, ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ, റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, കറണ്ട് റേഷ്യോ, ഡെപ്റ്റ് റേഷ്യോ. ഇത് കമ്പ്യൂട്ട് ചെയ്യാണ്ട് നമുക്ക് എന്തൊക്കെ വിവരങ്ങളാണ് തന്നിട്ടുള്ളത്? ബാലൻസ് ഷീറ്റും തന്നിട്ടുണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസിന്ന് എക്സ്ട്രാക്ട് ചെയ്തിട്ടുള്ള കുറച്ച് എമൗണ്ടും തന്നിട്ടുണ്ട്. ബാലൻസ് ഷീറ്റിൽ ലാബിലിറ്റി സൈഡിൽ ഷെയർ ക്യാപിറ്റൽ 450, റീറ്റെയിൻഡ് ഏർണിങ്സ് 240, 12% ഡിബഞ്ചേഴ്സ് 700, ട്രേഡ് ക്രെഡിറ്റേഴ്സ് 620, പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് 45, ഫിക്സഡ് അസറ്റ് ആഫ്റ്റർ ടാക്സ് 875, സ്റ്റോക്ക് 310, ഡെപ്റ്റേഴ്സ് 770, ബാങ്ക് ബാലൻസ് 100. പ്രോഫിറ്റ് ആൻഡ് ലോസ് തന്നിട്ടുള്ളത് സെയിൽസ് 3100. ഈ 000 നമുക്ക് ഒഴിവാക്കാം, നമുക്ക് 3100 മതി. ഗ്രോസ് പ്രോഫിറ്റ് 1725, എക്സ്പെൻസസ് 805, ഡിപ്രീസിയേഷൻ 250. ഇത്രയും ഡീറ്റെയിൽസാണ് തന്നിട്ടുള്ളത്. ഇതുപയോഗിച്ച് നമുക്ക് നമ്മുടെ റേഷ്യോസ് കമ്പ്യൂട്ട് ചെയ്യാം. ആദ്യം നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാനുള്ള റേഷ്യോ ആണ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക? ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഗ്രോസ് പ്രോഫിറ്റിൻ്റെ എമൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട് 1725 ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് 3100. അപ്പോൾ 1725 ഡിവൈഡഡ് ബൈ 3100 ഇൻറ്റു 100 55.6 ആണ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ. ഇനി നമുക്ക് രണ്ടാമത്തെ റേഷ്യോ നോക്കാം, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ. നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ കമ്പ്യൂട്ട് ചെയ്യണമെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 ചെയ്യണം. നമുക്കിവിടെ ഗ്രോസ് പ്രോഫിറ്റും തന്നിട്ടുണ്ട്, എക്സ്പെൻസസും തന്നിട്ടുണ്ട്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് എക്സ്പെൻസസും ഡിപ്രീസിയേഷനും കുറയ്ക്കണം. ഗ്രോസ് പ്രോഫിറ്റ് 1725 എക്സ്പെൻസസ് 805 ഡിപ്രീസിയേഷൻ 250 കുറച്ചാൽ 670 നെറ്റ് പ്രോഫിറ്റ് കിട്ടുക. നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് 3100, 670 ഡിവൈഡഡ് ബൈ 3100 ഇൻറ്റു 100 21.6 നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ. ഇനി മൂന്നാമത്തെ റേഷ്യോ റിട്ടേൺ ഓൺ ടോട്ടൽ അസറ്റ്. റിട്ടേൺ ഓൺ ടോട്ടൽ അസറ്റ് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണ് ചെയ്യുക. നെറ്റ് പ്രോഫിറ്റിൻ്റെ എമൗണ്ട് നമ്മൾ ഓൾറെഡി കമ്പ്യൂട്ട് ചെയ്തു, 670 ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻ ദ ബിസിനസ്. ക്യാപിറ്റൽ എംപ്ലോയിഡ് എത്രയാ? ലാബിലിറ്റി സൈഡിൻ്റെ ടോട്ടൽ എത്രയാ? 2055.
2055 ക്യാപിറ്റൽ എംപ്ലോയിഡ്. അപ്പം നെറ്റ് പ്രോഫിറ്റ് 670 ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് 2055 ഇൻറ്റു 100 32.6 റിട്ടേൺ ഓൺ ടോട്ടൽ അസെറ്റ്. നാലാമത്തെ റേഷ്യോ ക്യുക്ക് റേഷ്യോ. ക്യുക്ക് റേഷ്യോ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക? ക്യുക്ക് അസെറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. ക്യുക്ക് അസെറ്റ് എന്ന് വെച്ചാൽ സ്റ്റോക്കും പ്രീപെയ്ഡ് എക്സ്പെൻസസും ഒഴികെയുള്ള നമ്മളെ കറണ്ട് അസറ്റിനാണ് നമ്മൾ ക്യുക്ക് അസെറ്റ് എന്ന് പറയാം. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് സ്റ്റോക്ക് 310, ഡെപ്റ്റേഴ്സ് 770, ബാങ്ക് ബാലൻസ് 100. അപ്പം നമുക്ക് ഡെപ്റ്റേഴ്സും ബാങ്ക് ബാലൻസും മാത്രം എടുക്കാം. ഡെപ്റ്റേഴ്സിൻ്റെ 770ഉം ബാങ്ക് ബാലൻസിൻ്റെ 100ഉം കൂട്ടിയാൽ 870 ക്യുക്ക് അസെറ്റ് എന്ന് പറയുന്നത്. ഇനി ക്യുക്ക് ലയബിലിറ്റി എത്രയാണ് വരിക? ട്രേഡ് ക്രെഡിറ്റേഴ്സ് 620ഉം പ്രപ്പോസ്ഡ് ഡിവിഡൻറ്റ് 45ഉം 665 ക്യുക്ക് ലയബിലിറ്റി വരിക. അപ്പം ക്യുക്ക് റേഷ്യോ ഇസ് ഇക്വൽ ടു 810 ഡിവൈഡഡ് ബൈ 665 1.3:1 ക്യുക്ക് റേഷ്യോ എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താ? ഡെപ്റ്റേഴ്സ് കളക്ഷൻ പീരീഡ്. ഡെപ്റ്റേഴ്സ് കളക്ഷൻ പീരീഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 365 ഡിവൈഡഡ് ബൈ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. ഇവിടെ നമ്മൾ ഡയറക്റ്റായിട്ട് ഡെപ്റ്റേഴ്സ് കളക്ഷൻ പീരീഡ് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താ? ക്രെഡിറ്റ് സെയിൽ ഡിവൈഡഡ് ബൈ ആവറേജ് ഡെപ്റ്റേഴ്സ്. ക്രെഡിറ്റ് സെയിൽ എന്ന് പറയുന്നത് 3100 3100 ഡിവൈഡഡ് ബൈ ആവറേജ് ഡെപ്റ്റേഴ്സ്. ഇവിടെ നമുക്കൊരു ഡെപ്റ്റേഴ്സ് തന്നിട്ടുള്ളൂ 770. 3100 ഡിവൈഡഡ് ബൈ 770 ചെയ്താൽ 4 ടൈംസ് ആണ് ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. ഡെപ്റ്റേഴ്സ് കളക്ഷൻ പീരീഡ് കാണാൻ വേണ്ടിയിട്ട് 365 ഡിവൈഡഡ് ബൈ 4 91 ഡേയ്സ് ചെയ്താൽ മതി. ഇവിടെ നമ്മുടെ പ്രോബ്ലത്തിൽ ചെയ്തിട്ടുള്ളത് അവർ നമ്മുടെ ഇക്വേഷനെ ഇൻവേർട്ട് ചെയ്ത്, അതായത് ആവറേജ് ഡെപ്റ്റേഴ്സ് ഡിവൈഡഡ് ബൈ ക്രെഡിറ്റ് സെയിൽ ഇൻറ്റു 365 ചെയ്തിട്ടുണ്ട്. ആവറേജ് ഡെപ്റ്റേഴ്സ് 770 ഡിവൈഡഡ് ബൈ ക്രെഡിറ്റ് സെയിൽ 3100 ഇൻറ്റു 365 ചെയ്താൽ നമുക്ക് ഡെപ്റ്റേഴ്സ് കളക്ഷൻ പീരീഡ് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഇസ് ഈക്വൽ ടു ക്രെഡിറ്റ് സെയിൽ ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക്. ക്രെഡിറ്റ് സെയിൽ എത്രയാ? 3100 ഡിവൈഡഡ് ബൈ സ്റ്റോക്കിൻ്റെ വാല്യൂ എത്രയാ? 310. 3100 ഡിവൈഡഡ് ബൈ 310 10 ടൈംസ് ആണ് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ. അടുത്തത് ഫിക്സഡ് അസെറ്റ് ടേൺ ഓവർ റേഷ്യോ. ഫിക്സഡ് അസെറ്റ് ടേൺ ഓവർ റേഷ്യോ കാണാൻ വേണ്ടിയിട്ട് നെറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ഫിക്സഡ് അസെറ്റാണ് ചെയ്യുക. നെറ്റ് സെയിൽസിൻ്റെ വാല്യൂ നമുക്കറിയാം. നെറ്റ് സെയിൽസിൻ്റെ വാല്യൂ എത്രയാ? 3100 ഡിവൈഡഡ് ബൈ ഫിക്സഡ് അസെറ്റ് എത്രയാ? 875. 3100 ഡിവൈഡഡ് ബൈ 875 3.5 ടൈംസ് ആണ് ഫിക്സഡ് അസെറ്റ് ടേൺ ഓവർ റേഷ്യോ. നമ്മുടെ അവസാനത്തെ ടേൺ ഓവർ റേഷ്യോ ആണ് റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് കമ്പ്യൂട്ട് ചെയ്യുക. നെറ്റ് പ്രോഫിറ്റ് മൈനസ് ഫിക്സഡ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ്. നെറ്റ് പ്രോഫിറ്റ് നമുക്കറിയാം 670. ഫിക്സഡ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് നമുക്ക് ആകെ കൂടെ ഉള്ളത് 12% ഡിബഞ്ചേഴ്സാണ്. 12% ഡിബഞ്ചേഴ്സിൻ്റെ വാല്യൂ 700 ആണ്. 700 ഇൻറ്റു 12/100 ആണ് നമ്മുടെ ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട്. 700 ഇൻറ്റു 12/100 എന്ന് വെച്ചാൽ 84. അപ്പം നമുക്ക് നെറ്റ് പ്രോഫിറ്റ് മൈനസ് ഇൻട്രസ്റ്റ് എമൗണ്ട് കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് 670 മൈനസ് 84 ഇസ് ഈക്വൽ ടു 586 ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട് എത്രയാ? ഷെയർ ക്യാപിറ്റൽ 450ഉം റീറ്റെയിൻഡ് ഏർണിങ്സ് 240 കൂടെ കൂട്ടിയാൽ 690 ആണ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. അപ്പം റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഇസ് ഈക്വൽ ടു 586 ഡിവൈഡഡ് ബൈ 690 ഇൻറ്റു 100 84.9. ഇത്രയാണ് നമുക്ക് റേഷ്യോ അനാലിസിസ് ചെയ്യാനുള്ളത്. ഇത്രയാണ് നമുക്ക് ഇക്വേഷൻസിൻ്റെ കമ്പ്യൂട്ടേഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ റേഷ്യോ അനാലിസിസിൽ നമ്മൾ എന്താണ് റേഷ്യോസ്, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് റേഷ്യോസ് എന്തൊക്കെയാണ്, ഇത്രയാണ് നമ്മൾ ഈ ഒരു പോർഷനിൽ പഠിച്ചത്.